begin our Gita class with a prayer. Namo Vishnupadaya Krishnaprasthaya Bhutale Srimate Bhakti Vedanta Swami Niti Namine Namaste Saraswati Devi Gauravani Pracharine Nirvishesha Shunyavadi Ashtatadishadharine Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Sivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare. ഹരേ കൃഷ്ണ എവരിവൺ. ഇന്നത്തെ ഗീത സെഷനിൽ എല്ലാവർക്കും ഹൃദയപൂർണമായ സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ശ്രീമദ് ഗീതയുടെ പവിത്രമായ ഉപദേശങ്ങളെ പറ്റിയും ഗീതാ മഹാത്മ്യത്തിനെ പറ്റിയും ഹരിനാമ മഹിമയെ പറ്റിയും നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഇതിൽ ഭാഗമെടുക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. It is now my privilege to warmly invite Bhakti Geeta Mataji to guide us through the sacred significance of Geeta Mahatmyam and enrich our hearts with her insights. ഹരേ കൃഷ്ണ മാതാജി. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗീതാ മാഹാത്മ്യത്തിനെ കുറിച്ചാണ്. 2 ദിവസം ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതിൽ കൂടുതലായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കുറെയൊക്കെ മനസ്സിലായി കാണും എന്താണ് ഗീതാ മാഹാത്മ്യം. അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഭഗവത്ഗീത വായിച്ചാൽ എന്താണ് പ്രയോജനം, ഗീത പഠിച്ചാൽ എന്താണ് ഗുണം ഉണ്ടാകുന്നത് എന്ന് ഓരോരുത്തർക്കും മനസ്സിലായി കാണും. ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുള്ള തത്വങ്ങളെ സ്വീകരിക്കുന്ന ആൾക്ക് ജീവിതം പൂർണ്ണമാക്കാനും ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനും കഴിയും. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠങ്ങളിൽ നിന്നും മുക്തരാകും. ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തരാകുന്നു എന്ന് ആദ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലായി. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, ഗൗരവത്തോടു കൂടി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നമ്മൾ വായിക്കണം. കരുണ ചെയ്ത പാപങ്ങളുടെ ഫലങ്ങൾ ബാധിക്കുകയില്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നേരിട്ട് പറഞ്ഞതാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം കൂടുതൽ വരുന്നത്. ഭഗവാൻ നേരിട്ട് ഭഗവാന്റെ മുഖത്ത് നിന്ന് പറഞ്ഞതാണ് ആ വാക്കുകൾ. അതുകൊണ്ടാണ് ലോകത്തോടു കൂടിയാണ് ഭാരതാമൃത സർവസ്വം വിഷ്ണു വ്യക്തം ഗീതാഗോദകം ഗംഗാജലം കൊണ്ട് ഗംഗാജലം പാനം ചെയ്യുന്നവർ മോക്ഷം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ മുമ്പിൽ തന്നെ നമുക്കത് കണ്ടിരുന്നു. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കൽ സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം. ഗംഗാജലം പാനം ചെയ്യുന്നവർക്ക് മോക്ഷം കിട്ടുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവർക്ക് അതിൽ എന്തോരം മാറ്റമായിരിക്കും വന്നിരിക്കുന്നത്, എന്തെല്ലാം ഗുണങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചത് കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ് ഈ ഭഗവത്ഗീത. ഗംഗാ ഭാഗവതത്തിന്റെ
പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് പറയുന്നത്. എങ്കിലും പക്ഷപാതമില്ലാതെ ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തെക്കാൾ കുറെ കൂടി പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് നമുക്കിത് ഉപദേശിച്ചു തന്നിരിക്കുന്നത്. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അർജുനനോട് പറയുന്നതെങ്കിലും ജനങ്ങൾ അത് മനസ്സിലാക്കി ഭഗവത്ഗീത എല്ലാ ദിവസവും തന്നെ ഒരു ശ്ലോകമെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മാഹാത്മ്യം നമുക്ക് എന്താന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക. സർവോപനിഷദോ ഗാവോ ഗോപാല നന്ദന പാർത്ഥോ വത്സസുധീർഘോഷം ഗീതാമൃതം മഹത്. ഗീതാപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളിലും താരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ് നമുക്ക് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഗോപകുമാരൻ എന്ന പ്രസക്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ് പറയുന്നത്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം മേകോ ദേവകീ പുത്ര ഏവാ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമ്മോപേകം തസ്യ ദേവസ്യ സേവാ. ഇക്കാലത്തെ ജനങ്ങൾ ഒരേ ഒരു ധർമ്മ ഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയെയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ്. ആകയാൽ ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഒരു ഒറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മ ഗ്രന്ഥം, അതാണ് ഭഗവത്ഗീത. അത് ഒരെണ്ണം മാത്രം നമ്മൾ വായിച്ചാലും നമുക്ക് അത്രമാത്രം പ്രാധാന്യം കിട്ടുന്നു. ഏകോ ദേവോ ദേവകി പുത്ര ഏവ, സമസ്ത വിശ്വാസത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ, അതാണ് ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രസ്തസ്യ നാമാനി, ഒരേ മന്ത്രം ഒരേ പ്രാർത്ഥന, തന്നാമ സങ്കീർത്തനം, അതാണ് നാമസങ്കീർത്തനം വരുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതാണ് പറയുന്നത്. സസ്യ ദേവസ്യ ഒരേ പ്രവൃത്തി മാത്രം, പരമ ദിവ്യോത്തമ പുരുഷനെ ചെയ്യുന്ന നമ്മൾ സേവനം, അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത്ഗീത വായിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. അതിന്റെ പ്രാധാന്യം അത്രമാത്രം. വേറെ എന്ത് ചെയ്താലും നമുക്ക് ഇത്രയും പ്രയോജനം കിട്ടുന്ന പറയുന്നുണ്ട്. അതിന് മഹത്തായ പല വ്യക്തികളും ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മെട്രോ ശ്രീധരനൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്നും എവിടെ പോകുവാണെങ്കിലും യാത്രയില് ഭഗവത്ഗീത കൊണ്ടുപോകും. അതിന്റെ ശ്ലോകങ്ങൾ വായിച്ചാലേ എനിക്ക് രാവിലെ മനസ്സിനൊരു സമാധാനവും ബാക്കിയുള്ള ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യാനുള്ള തരുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയും. അപ്പൊ അത്രയും വലിയ മനുഷ്യരൊക്കെ ചെയ്യുന്നത് ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. അതിന് ഒരു ചെറിയ ഉദാഹരണമാണ് അത്. അപ്പൊ നമ്മളും എല്ലാ ദിവസവും ഭഗവത്ഗീത വായിക്കുക, ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. അതാണ് അതിന്റെ പ്രാധാന്യം വരുന്നത്. ഇത്രയും മാഹാത്മ്യം നമ്മൾ കേട്ടതിന് ശേഷിയും നമ്മൾ നല്ലോണം ഭഗവത്ഗീത പഠനം ചെയ്യുക, നല്ല ഭക്തിയോടുകൂടി ചെയ്യുക, നല്ല ഉത്സാഹത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഹരേ കൃഷ്ണ. നിർത്തുന്നു. ഗീതാ മഹാത്മ്യത്തിനെ പറ്റി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതിനെ പറ്റി പറഞ്ഞു തന്ന മാതാജിക്ക് വളരെ നന്ദി. ഇനി അടുത്തതായി ഐ വാംലി ഇൻവൈറ്റ് ഹിസ് ഗ്രേസ് ദൽനാഥ് വിട്ടൽ പ്രഭു to guide us through the Mahima of Harinam. Hare Krishna Prabhu. എന്നോട് കാണും. ഹരേ കൃഷ്ണ. താങ്ക് യു റിസ് മാതാജി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. ഇന്ന് നമ്മൾ ഹരിനാമത്തെ മാഹാത്മ്യത്തെ കുറിച്ച് അല്പം ചർച്ച ചെയ്യാം. പക്ഷേ ഈ സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗീതാ മാതാജിയുടെ ഗീതാ മഹാത്മ്യത്തിൽ അവസാനം പറഞ്ഞ സെന്റൻസ് എന്തായിരുന്നു? ഏകോ മന്ത്രസ് തസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ, അല്ലെ? അപ്പം
ഒരേ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ആരാണ് ഭഗവാൻ എന്നുള്ള പറഞ്ഞു ദേവകിപുത്രേവ. ഓക്കെ, അപ്പൊ ആ ദേവകിപുത്രനായ മകന്റെ ദൈവത്തെ എല്ലാരും മ്യൂട്ട് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് കേൾക്കാനായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം ഭഗവാൻ ദേവകിപുത്രനായിട്ടുള്ള ദേവകിപുത്രനായിട്ടുള്ള ഭഗവാന്റെ നാമങ്ങളാണ് ഒരേ ഒരു നമ്മുടെ മന്ത്രം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതായാലും കഴിഞ്ഞ 2 ദിവസം നമ്മൾ ഇതിനെപ്പറ്റി കേട്ടു. അതിൽ നിന്ന് ഭഗവത്ഗീത Riddhi Mataji, can you spot me, please? Spotlight me. Yes, ma'am. Yes, Prabhuji. Riddhi Mataji, please mute those whose mic is on except Dinanath Prabhu's. Yes, Mataji, I have muted that. Okay, അപ്പം കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ കേട്ടു. അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് പറഞ്ഞത്? ഹരിനാമമാണ് യുഗധർമ്മം. നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം കലിയുഗ ധർമ്മമാണത്രേ ഹരിനാമ സങ്കീർത്തനം. ധർമ്മം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ആ ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്തവ്യം അഥവാ ഡ്യൂട്ടി. ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ്. നമുക്ക് പല വിധത്തിലുള്ള ഡ്യൂട്ടികളുണ്ട്, പക്ഷെ ശരിക്കും ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിനാമ സങ്കീർത്തനമാണ്. സത്യയുഗത്തിൽ ധ്യാനമോ തപമോ ആയിരുന്നു, ത്രേതായുഗത്തിൽ യാഗമായിരുന്നു, ദ്വാപരയുഗത്തിൽ ക്ഷേത്ര പരിചര്യായിരുന്നു. പക്ഷെ കലിയുഗത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഹരിനാമ സങ്കീർത്തനം. എന്താണ് ഈ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം, ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് ചില ഡ്യൂട്ടികൾ തന്നിട്ടുണ്ട്. ഞാൻ ആ ഡ്യൂട്ടി ചെയ്യാതെ മറ്റ് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നേ ഇല്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ ആ ജോലിയിൽ തുടരുമോ ഇല്ലയോ? നിങ്ങൾക്കറിയാം. ഓക്കെ, വേറൊരു ഉദാഹരണം പറയാം. ഞാനൊരു കോഴ്സിന് ചേർന്നു. അപ്പം കോഴ്സിന് പാസ്സാകാനായിട്ട് പരീക്ഷയുണ്ട്. അതിനു മുമ്പായിട്ട് എന്താണ് കോഴ്സിലെ സിലബസ് എന്ന് തന്നിരിക്കും. ഞാൻ ആ സിലബസ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഞാൻ പരീക്ഷ എഴുതുമ്പോഴത്തേക്കും ആ സിലബസ് നോക്കിയല്ല പഠിച്ചതെങ്കിൽ പരീക്ഷയ്ക്ക് എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? എനിക്ക് വിജയപ്രാപ്തി കിട്ടുമോ? ഇല്ല. അപ്പം അതേപോലെയാണ് ഈ യുഗധർമ്മം. യുഗത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നമ്മൾ ചെയ്തിരിക്കണം. പത്മപുരാണത്തില് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തില് ഒരു 6 അധ്യായങ്ങളുണ്ട്. അതിൽ വരുന്ന ഒരു ശ്ലോകം ഞാൻ പറയാം. യത്ഫലം നാസ്തി തപസാനൻ യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. കലൗ കലിയുഗത്തിൽ കേശവ കീർത്തനാത്, ഭഗവാൻ ഹരിയുടെ കീർത്തനത്താൽ എന്ത് കിട്ടുന്നു? യത്ഫലം നാസ്തി തപസ, തപസ് കൊണ്ട് എന്ത് പ്രയോജനം കിട്ടുന്നില്ലയോ? ന യോഗേന, ഈ യോഗ ധ്യാനം, അതിൽ നിന്ന് സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനത്തിന്റെ അന്തിമ അഷ്ടാംഗ യോഗത്തിലെ അവസാനത്തെ ഇതാണ് സമാധി എന്ന് പറയുന്നത്. അപ്പം ഈവൻ ധ്യാനയോഗത്തിന്റെ പെർഫെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പോലും കിട്ടാത്തത് തത്ഫലം ലഭതേ, ആ ഫലം കിട്ടുന്നത് എങ്ങനെയാണ്? കലോ കേശവ കീർത്തന, നന്നായിട്ട് സമ്യക് നന്നായിട്ടുള്ള ഭഗവാന്റെ കീർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള തപസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഫലത്തെക്കാളും ഉയർന്നത് കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലിയുഗത്തിൽ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അല്പമാണ്. ഒരു 100 കൊല്ലമേ ഉള്ളൂ. അത് സത്യയുഗത്തിൽ അത് 1,00,000 ആയിരുന്നു. അങ്ങനെ കുറഞ്ഞ് കലിയുഗത്തില് 100 വയസ്സേ ഉള്ളൂ. നമ്മുടെ മനസ്സ് എപ്പോഴും അശാന്തമായിരിക്കും. മാത്രമല്ല നമുക്ക് പല വിധത്തിലുള്ള ബലഹീനതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കഠിനമായ തപസ്സോ അല്ലെങ്കിൽ
വളരെ സങ്കീർണമായിട്ടുള്ള ഹോമങ്ങള്, യജ്ഞങ്ങള്, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന കർമ്മകാണ്ഡത്തിൽ പറയുന്ന പദ്ധതികളോ നമുക്ക് ഈ യുഗത്തില് യോജിച്ചതല്ല. അപ്പം കലിയുഗം എന്ന് പറയുന്നത് കരുണയുടെ, കൃപയുടെ യുഗമാണ്. ഭഗവാൻ അതീവ കരുണാലുവായിട്ട്, അതുകൊണ്ട് കൃപയാൽ മാത്രം ലഭിക്കുന്ന ഈ നാമം, ഹരിനാമം നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ അതിനെ ആശ്രയിക്കുന്നു. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, നാമവും നാമിയും അഭിന്നമാകുന്നു. അവർ തമ്മിൽ വ്യത്യാസമില്ല. ഭൗതിക ലോകത്ത് എന്തെങ്കിലും ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവും അതിന്റെ പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, വസ്തുവിന്റെ ഗുണവിശേഷങ്ങൾ, വൈഭവങ്ങൾ ഒന്നും തന്നെ ആ പേരിന് ഇല്ല. ഒരു ഉദാഹരണം പറയാം. എനിക്ക് ദാഹിക്കുന്നു, വെള്ളം 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട കൂടുതൽ വളരുക അല്ലാതെ എൻ്റെ ദാഹം മാറുമോ? ഇല്ല. എനിക്ക് വിശക്കുന്നു എന്നുണ്ടെങ്കിൽ ഊണ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറുമോ? ഇല്ല. കൂടുതൽ വിശക്കത്തേ ഉള്ളൂ, വിശപ്പ് മാറില്ല. അതേപോലെ തീ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ചൂട് കിട്ടുമോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണത്? ഇപ്പം വെള്ളം എന്ന് പറയുന്നതിന് വെള്ളത്തിന്റെ ഗുണമില്ല, ആ ശബ്ദത്തിന് വെള്ളത്തിന്റെ ഗുണമില്ല. ഊണ് എന്ന് പറയുന്നതിന് ഊണെന്ന പദാർത്ഥത്തിന്റെ ഗുണമില്ല. തീ എന്നുള്ളതിന് അതിന്റെ ഗുണമില്ല. ആ നാമവും വസ്തുവും തമ്മിൽ ഒന്നല്ല, വ്യത്യസ്തമാണ്. അതേസമയം ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഭഗവാൻ നിരപേക്ഷനാണ്. ഭഗവാന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നിരപേക്ഷമാണ്, ആബ്സല്യൂട്ടാണ്. അത് സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ നാമവും സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. ഓക്കെ, ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള ഭഗവാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നാമത്തിലുമുണ്ട്. കൃഷ്ണനും കൃഷ്ണന്റെ പേരും നാമവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അഭിന്നത്വാൻ നാമനാമിനോ. ഓക്കെ, അതുകൊണ്ട് ശുദ്ധനാമം ജപിക്കുമ്പോൾ നാം ഭഗവാനുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോഴത്തേക്കും ഭഗവാൻ നമ്മുടെ നാവിലിരിക്കുകയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാമം ചിന്താമണിയാണ്. ചിന്താമണി. ഓക്കെ, എന്താണ് ഈ ചിന്താമണി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഉപരിലോകം, സ്വർഗത്തിലും ആധ്യാത്മിക ലോകത്തിലും എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്ത 3 കാര്യങ്ങളുണ്ട്. അത് കാമധേനു, കൽപ്പതരു, ചിന്താമണി. ഓക്കെ, ധേനു എന്ന് വെച്ചാൽ എന്താണ്? പശു. തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം അല്ലെങ്കിൽ വൃക്ഷം. മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല്. ഓക്കെ, ഇത് എല്ലാത്തിനും പറഞ്ഞിരിക്കുന്ന കാമധേനു, കൽപ്പതരു, ചിന്താമണി, ഇതെല്ലാം തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവ എല്ലാം തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്ന വസ്തുക്കളാണ്. ഓക്കെ, അപ്പം ഹരിനാമത്തെ ചിന്താമണി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ പറഞ്ഞു, ഭഗവാൻ ഐശ്വര്യ സമ്പൂർണ്ണമായിട്ടുള്ള പുരുഷനാണ്. നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ ഭഗവാന് കഴിയും. മോക്ഷം വേണോ മോക്ഷം തരും, വൈകുണ്ഠ പ്രാപ്തി വേണോ വൈകുണ്ഠ പ്രാപ്തി തരും. നമുക്ക് വേണ്ട ഇവിടെ ഭോഗൈശ്വര്യം, ഇവിടെ ഈ ലോകത്തിൽ ഭോഗൈശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ തരും. അതേപോലെ ഇതെല്ലാം തന്നെ തരാൻ ശക്തിയുള്ളതാണ് ഹരിനാമം, കഴിവുള്ളതാണ് ഹരിനാമം. അതുകൊണ്ട് ഹരിനാമത്തെ ഹരിനാമ ചിന്താമണി എന്ന് നമ്മൾ പറയുന്നു. എന്നിരുന്നാലും ഭഗവാനാണോ ഹരിനാമാണോ കൂടുതൽ വരുന്നത്? ഭഗവാൻ തരാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? അത് ഹരിനാമത്തിന് തരാൻ സാധിക്കുമോ? ഉത്തരം ഉണ്ട്. ഓക്കെ, ഭഗവാന് നമുക്ക് നൽകാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതാണ് ഭഗവാനിലുള്ള പ്രേമഭക്തി അഥവാ ഭഗവാനോടുള്ള സ്നേഹം. അത് ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് തരില്ല. അപ്പൊ എനിക്ക് ഇപ്പം ടാറ്റയുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഫാക്ടറി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവർ പറയും സോറി, ഇന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അപ്രോച്ച് ദം എന്ന് പറയും, ഇല്ലേ? അപ്പൊ അതേപോലെ ഭഗവാനും നേരിട്ട് കൊടുക്കാത്ത ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനോടുള്ള പ്രേമഭക്തിയാകുന്നു. അത് കിട്ടുന്ന ഒരേ ഒരു ചാനൽ എന്താണ്? ഭഗവാന്റെ നാമങ്ങൾ. അപ്പം ഈ ഭഗവാന്റെ അടുത്തുള്ള പ്രേമഭക്തി അഥവാ ഭഗവാനോടുള്ള സ്നേഹം, ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ അമ്പലത്തിൽ പോവുക, ഒരു പുഷ്പാഞ്ജലി നടത്തുക, ഒരു കുറി ഇടുക, ഇത്തിരി തീർത്ഥം കുടിക്കുക, ഇതാണോ ഭക്തി? ഓ, ഞാൻ കൃഷ്ണന്റെ ഭക്തനാണ്, ജനിച്ച കുട്ടിക്കാലത്ത് മുതൽ ഞാൻ കൃഷ്ണന്റെ ഭക്തനാണ്, അമ്പലത്തിൽ എന്നും പോകാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്, അതാണോ ഭക്തി? ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം, സ്നേഹത്തിൽ നിന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്താണ് അതിന്റെ റിസൾട്ട് ആണ് സേവനം. സ്നേഹമുള്ളിടത്ത് സേവനം കാണും. അപ്പൊ സേവനമില്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് അതൊരു വെറും മായ മാത്രമാകും. ഇല്ലാത്തൊരു അങ്ങനെ ഒരു സാധനം ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ ഭഗവാനോടുള്ള പ്രേമഭക്തി നമുക്ക് എന്ന് പറയുന്നത് അതാണ് നമ്മുടെയൊക്കെ ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യ ജീവിതം നമ്മൾ സഫലമായി എന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തുള്ള പ്രേമഭക്തിയാണ്. അപ്പൊ അതാണ്, അത് ഭഗവാൻ നേരിട്ട് തരില്ല, അത് തരുന്നത് ആരാണ്? ഭഗവാൻ നാമം മാത്രമാണ്. ഭഗവാന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഏതാണ്? ഒറ്റ യുണീക്ക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് നാമം, അതല്ലാതെ വേറെ എങ്ങും കിട്ടില്ലത്. കൃഷ്ണൻ ഐശ്വര്യപുരുഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ഭഗവാൻ നാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മാധുര്യ സ്വരൂപമാണ്. സ്വീറ്റ്, സോ സ്വീറ്റ്. ഓക്കെ, ഈ നാമത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഭഗവാനെ സ്വയം ഭക്തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ഭഗവാൻ നാമം. അതുകൊണ്ടാണ് ഭക്തന്റെ രൂപത്തിൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നപ്പോഴും എന്താണ് ചെയ്തത്? നാമം ജപിക്കുകയായിരുന്നു. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് ആകെയുള്ള ഒരു മാർഗം ഭഗവാൻ നാമം ഉച്ചരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഭഗവാനെ നേടാൻ പോലും ഈ ഹരിനാമം തന്നെയാണ് മാർഗം നമ്മളെ പഠിപ്പിച്ചു. ഓക്കെ, അപ്പം ഇനി ഒരു കാര്യം കൂടി പറയാം. ഹരിനാമം എന്ന് പറയുന്നത് നമ്മളെ ഒരു മിനിറ്റ് കൂടി. ഹരിനാമം നമ്മളെ ഭഗവാനിലേക്ക് നയിക്കുന്ന ഒരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമല്ല, അത് തന്നെയാണ് ഭഗവാനോടുള്ള പ്രേമബന്ധത്തിന്റെ പരിപൂർണാവസ്ഥ. ഓക്കെ, തുടക്കത്തിൽ നമ്മൾ നാമത്തെ ആശ്രയിക്കുന്നു, അവസാനം നമ്മൾ നാമത്തിൽ തന്നെ ജീവിക്കുന്നു. അതായത് നമ്മൾ പറയാറുണ്ട് മാർഗമുണ്ട്, ലക്ഷ്യമുണ്ട്. ഓക്കെ, ഒരു മാർഗത്തിൽ കൂടി നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം. മാർഗവും ലക്ഷ്യവും പൊതുവെ ഭിന്നമായിരിക്കും. ഉദാഹരണം, എനിക്ക് സ്കൂളിൽ പോയി പഠിച്ച് ഒരു ലോയർ ആകാം. ഓക്കെ, പഠിത്തമാണ് മാർഗം, ലക്ഷ്യം ലോയർ ആകുക. ലോയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിൽ പോയി പഠിക്കുകയാണോ? ഇല്ല, ഞാൻ കോടതിയിൽ പോയിട്ട് വാദിക്കുകയാണ്, അതാണ് എൻ്റെ ജോലി. ഓക്കെ, അപ്പം ആ മാർഗവും ലക്ഷ്യവും രണ്ടും രണ്ടാണ്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ നാമജപം ചെയ്യുന്നു, അതിന്റെ പരിപൂർണാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നാമം തന്നെ ജപിച്ചുകൊണ്ടിരിക്കും. അതാണ് സാധന, സാധ്യം എന്നും വാക്കുകളുണ്ട്. ഇവിടെ സാധനയും സാധ്യവും ഒന്ന് തന്നെയാണ്, മാർഗവും ലക്ഷ്യവും ഒന്ന് തന്നെയാണ് നാമ ജപത്തിൽ. ചുരുക്കത്തിൽ സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പവും ഉന്നതവുമായിട്ടുള്ള സമ്പത്താണ് ഹരിനാമം. ഓക്കെ, നാമം ചൊല്ലാനായിട്ട് ഒരു യോഗ്യതയും വേണ്ട. ആർക്കാണെന്നുണ്ടെങ്കിലും ഏത് സമയത്തും എവിടെയും ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നാമം ജപിക്കാം. ഓക്കെ, നാമം നമ്മളിൽ നിന്ന് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. എന്താണത്? വിനയത്തോടു കൂടിയുള്ള നാമത്തിനെ ആശ്രയിക്കല്.
അത് മാത്രമേ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മൾ ജപിക്കേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മൾ എപ്പോഴും ഹരിനാമത്തെ പറ്റി ചൊല്ലുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ മഹിമയെ പറ്റി പറഞ്ഞ പ്രഭുക്ക് വളരെ നന്ദി. It is now my honor to welcome our beloved Mataji, Sri Radha Shakti Devi Dasi, who will be guiding us with a profound understanding and devotion. I will speak a few words about her. Sri Radha Shakti Devi Dasi, also known as Sri Devi Shashidharan, is a disciple of His Holiness Jayapataka Swami Maharaj. Mataji has been a beacon of Krishna consciousness with 30 years of service in Muscat, conducting Bhakti Riksha and Bhagavad Gita classes. She balanced her spiritual journey with a beautiful family life. Her husband, who is a senior lecturer of English, and 2 daughters, now married and settled. Mataji is now settled in her hometown Cochin. She continues to spread love and wisdom through her Gita sessions. Join us as we dive into the divine nectar of Gita with Mataji's guidance. Hare Krishna Mataji. ഹരേ കൃഷ്ണ, ഹരിബോൽ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പൊ എനിക്ക് സുഖമില്ല, എൻ്റെ തൊണ്ട തീരെ വയ്യ. പക്ഷെ ഞാൻ പറ്റുന്നത്രയും ശബ്ദത്തിലും ഇതിലും ഞാൻ സംസാരിക്കാൻ നോക്കാം. എങ്ങാനും ആർക്കെങ്കിലും കേൾക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം, അതായത് അർജുന വിഷാദ യോഗം എന്ന ആദ്യത്തെ അധ്യായത്തിലെ അവസാനത്തെ 6 ശ്ലോകങ്ങളും പിന്നെ അടുത്ത അധ്യായമായ 2ാം അധ്യായമായ സാഖ്യയോഗത്തിലെ ആദ്യത്തെ 13 ശ്ലോകങ്ങളുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തത് ഒന്ന് കണ്ണോടിക്കാം, ഒരു തുടർച്ചയ്ക്ക് വേണ്ടി, ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ കണ്ടത്? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ എന്താ കണ്ടത്? അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയില് സൈന്യങ്ങളെ അണിനിരന്നു, യുദ്ധം തുടങ്ങാറായി. മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കം കുറിക്കാൻ എല്ലാ സൈന്യങ്ങളും അവിടെ അണിനിരന്നു. കൗരവരും ഉണ്ട് ഒരു സൈഡിൽ ഒരു പക്ഷത്ത്, പാണ്ഡവരുണ്ട് ഒരു പക്ഷത്ത്. കൗരവരുടെ സൈന്യം പാണ്ഡവരെക്കാളും വളരെ വലുതാണ്, പാണ്ഡവരുടേത് താരതമ്യേന വളരെ ചെറുതാണ്. പക്ഷെ അവരുടെ കൂടെ ആരുണ്ട്? അവരുടെ കൂടെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്, അല്ലെ? ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ സൈന്യം മുഴുവനും കൗരവരുടെ പക്ഷത്താണ് ഉള്ളത്. ദുര്യോധനന്റെ അപേക്ഷ പ്രകാരം കൃഷ്ണന്റെ സൈന്യം മുഴുവനും കൗരവർക്ക് കൊടുത്തു. കൃഷ്ണൻ അർജുനന്റെ അപേക്ഷ പ്രകാരം നിരായുധനായിട്ട് അർജുനന്റെ തേരാളിയായിട്ട് പാണ്ഡവരുടെ കൂടെയും നിൽക്കുന്നു. അപ്പൊ ഇതൊരു ലോകത്തിലെ എല്ലാ യോദ്ധാക്കളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ഒരു ലോക മഹായുദ്ധമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത് 1ാം ലോക മഹായുദ്ധത്തെ കൂടി പഠിച്ചിട്ടുണ്ട്, അല്ലെ? 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില്. അതായിരുന്നില്ല ശരിക്കുള്ള 1ാം ലോക മഹായുദ്ധം. ഈ മഹാഭാരത യുദ്ധമാണ് 1ാം ലോക മഹായുദ്ധം. ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും ഇതില് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോ അങ്ങ് ഹസ്തിനപുരം കൊട്ടാരത്തില് ധൃതരാഷ്ട്രരും സഞ്ജയനും, അദ്ദേഹത്തിന്റെ തേരാളിയായിട്ടുള്ള സഞ്ജയനും അവിടെ ഇരിക്കുകയാണ്. സഞ്ജയന് വേദവ്യാസന്റെ അനുഗ്രഹത്താൽ ദിവ്യദൃഷ്ടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ദൂരെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? അങ്ങനെ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്ര സഞ്ജയനിലൂടെ അവിടെ നടക്കുന്നതെല്ലാം കാണാണ് ഹസ്തിനപുരം കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ ധൃതരാഷ്ട്രയുടെ TV ആണ് സഞ്ജയൻ. നമ്മൾ ഇരുന്ന് ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കാണാറില്ലേ ലോകത്തിലെ പല പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല സംഭവങ്ങളും? അതുമാതിരി ധൃതരാഷ്ട്ര സഞ്ജയന് ദിവ്യദൃഷ്ടി കിട്ടിയിട്ടുണ്ടല്ലോ, അതിലൂടെ കാണുകയാണ് അങ്ങ് ദൂരെ നടക്കുന്ന കാര്യങ്ങൾ. നമ്മളും
ഈ മഹാഭാരത യുദ്ധവും ഈ ഗീതോപദേശവും ഒക്കെ കേൾക്കുന്നത് ആരിലൂടെയാണ്? സഞ്ജയനിലൂടെയാണ്. ഇതിൽ 4 സ്പീക്കേഴ്സ് ഉണ്ട്, 4 പേരാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്ര പറയുന്നു. ധൃതരാഷ്ട്ര എന്താ പറഞ്ഞ? സഞ്ജയ, അങ്ങ് ദൂരെ, അങ്ങ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്താണ് നടക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് ധൃതരാഷ്ട്ര പറയാണ്. അപ്പൊ പിന്നെ അങ്ങനെ സഞ്ജയൻ പറയുകയാണ്, ധൃതരാഷ്ട്രോടാണ് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും സഞ്ജയനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെയല്ലേ 2 സ്പീക്കേഴ്സ്, അർജുനനും കൃഷ്ണനും. അങ്ങനെ 4 സ്പീക്കേഴ്സ് ആണ് ഈ ഭഗവത്ഗീതയിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ സഞ്ജയൻ പറഞ്ഞു തുടങ്ങി. അങ്ങോട്ട് നോക്കിയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ യുദ്ധഭൂമിയിൽ ദുര്യോധനൻ എല്ലാവർക്കും, തന്റെ സൈന്യത്തിലുള്ള എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരോടും എന്താണ്, സൈന്യത്തിന്റെ അധിപനായിട്ടുള്ള ഭീഷ്മർക്ക് പരിപൂർണ പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരോടും വേണ്ട വിധത്തില് പെരുമാറാൻ എല്ലാവരോടും തങ്ങൾ സൈന്യത്തിന് എന്താ പറയണേ വേണ്ട അതാത് നിർദ്ദേശങ്ങൾ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നിർദ്ദേശങ്ങൾ 2 സൈന്യങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു, പാണ്ഡവരുടെയും കൗരവരുടെയും. ആ സമയത്ത് ഭീഷ്മാചാര്യര് തന്റെ ശംഖൂതി ഇതും പറഞ്ഞു മറ്റേ യുദ്ധത്തിന്റെ ആരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പുറകെ അർജുനനും മറ്റുള്ള പാണ്ഡവന്മാരും കൃഷ്ണനും എല്ലാവരും തങ്ങളുടെ ശംഖൂതി. നമ്മൾ കണ്ടു 1-ാം അധ്യായത്തിൽ 15ഉം 16ഉം ശ്ലോകങ്ങളില് പാണ്ഡവരുടെയും കൃഷ്ണന്റെ ഒക്കെ ശംഖിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പഠിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ 16ഉം 15ഉം ശ്ലോകങ്ങളിലൂടെ എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. അവിടെ ശംഖുകളുടെ പേര് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യുദ്ധം ആരംഭിക്കാറായി. അപ്പൊ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അർജുനന് തന്റെ തേരാളിയോട് ഒരു അപേക്ഷ, ഒരു കാര്യം പറഞ്ഞു. എന്താണ്? നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യം. എന്താണ്? ഈ 2 സൈന്യങ്ങളുടെ നടുക്ക് കൊണ്ടുപോയിട്ടൊന്ന് നിർത്താമോ? എന്റെ തേര്, എനിക്കിവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന 2 കൂട്ടരെയും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ, തേരാളിയായിട്ടുള്ള കൃഷ്ണൻ അർജുനന്റെ തേരിനെ നടുക്ക് കൊണ്ടുപോയി നിർത്തും. വില്ലാളി വീരനായിട്ട് ഇപ്പൊ കാണിച്ചു തരാൻ, ഇപ്പൊ എല്ലാം ഇതാക്കാൻ വേണ്ടി ധൈര്യപൂർവ്വം വന്ന അർജുനൻ അവിടെ നോക്കിയപ്പോൾ എന്താ കണ്ടേ? അപ്പുറം തന്റെ പിതാമഹൻ, തന്റെ ഗുരുജനങ്ങള്, അപ്പുറം ഗുരുവും ശിഷ്യന്മാരും അമ്മാവനും അനന്തരവന്മാരും ബന്ധുമിത്രാദികളും എല്ലാവരെയും അവിടെ അണിനിരന്ന് നിൽക്കുന്നു. തമ്മിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും എന്ത് പറ്റി? അർജുനന് വിഷാദ രോഗം ബാധിച്ചു. അർജുനന് പിന്നെ യുദ്ധം ചെയ്യണ്ട, അല്ലെ? അതുവരെ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വന്ന അർജുനന് ഈ ബന്ധുമിത്രാദികളും സ്വന്തങ്ങളും സ്വജനങ്ങളും ഒക്കെ തമ്മിലാണ് ഈ യുദ്ധം അടുത്ത് നിന്ന് കണ്ടപ്പോ, ആ യുദ്ധഭൂമിയുടെ നടുക്ക് നിന്ന് അപ്പുറം അപ്പോഴാണ് അടുത്ത് കാണുമ്പോ അർജുനന്റെ മനം മാറ്റം ഉണ്ടാവണം. പിന്നെ എന്താണ്? പിന്നെ അത് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളായി കണ്ടുപിടിക്കണം, അല്ലെ? നമ്മളും അങ്ങനെയല്ലേ? നമ്മളൊരു സാധനം ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 100,000 എന്താണ് റീസൺസ്, കാരണങ്ങൾ കണ്ടുപിടിക്കും, ഇല്ലേ? ഒരുപാട് ഒഴിവുകൾ കണ്ടുപിടിക്കും എന്തിനെ ചെയ്യാതിരിക്കാൻ. അതെല്ലാം ന്യായമായിക്കൊള്ളണം എന്നില്ല, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി, അല്ലെ? അതുപോലെയാണ് അർജുനൻ. അതുപോലെ നമ്മളെല്ലാവരും അർജുനന്മാരാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ദീൻനാഥ് ഹിസ് ഗ്രേസ് ദീൻനാഥ് പ്രഭു പറയണ്ടായി, നമ്മളാണ് അർജുനൻ, നമ്മളെല്ലാവരും അർജുനന്മാരാണ്. നമ്മളെല്ലാവരും അർജുനനെ പ്രതിനിധീകരിക്കുന്നത്, അർജുനൻ നമ്മളെയൊക്കെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മളെല്ലാവരും അർജുനന്മാരാണ്. അങ്ങനെ അർജുനൻ വായ നിറയെ പറയാൻ തുടങ്ങി എന്ത്? യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചത്, സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഗുരുജനങ്ങളെയും ഒക്കെ കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോണത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് സുഖമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 3 ലോകങ്ങളും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറും. എനിക്ക് ഇവരായിട്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയില്ല. പിന്നെ വംശനാശത്തെക്കുറിച്ചും കുലക്ഷയത്തെക്കുറിച്ചും കുലധർമ്മത്തെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൃഷ്ണനെ പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലെ? ഇനിയും കുറെ കാരണങ്ങള് നിരത്താൻ തുടങ്ങി. അപ്പൊ നമുക്ക് 41 തൊട്ട് 46 നമുക്കൊന്ന് വായിക്കാം. 41 തൊട്ട് 46 വരെ ഒന്ന് വായിക്കാം. 41, 42 നമുക്കൊന്ന് വായിക്കാം. 41. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ യേഷാം ലുപ്തപിണ്ഡോദക ക്രിയാഹ. എന്താ അവിടെ പറയുന്നത്? ആവശ്യമില്ലാത്ത ജനവർധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യം ആകുന്നു. അതപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായകയാൽ അതപ്പതിക്കും എന്ന് പറയണം. പിന്നെ 42 കൂടെ ഒന്ന് വായിക്കാം. ദോഷൈർ ഏതൈ കുലജ്ഞാനാം
വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാഃ. എന്താ അവിടെ എന്താ പറയുന്നത്? കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു എന്ന് പറയാണ്. അപ്പൊ എന്താണ് ഇവിടെ എന്താണ് അർജുനൻ ഇവിടെ പറയാൻ വന്നത്? രണ്ട് ഭാഗത്തും ഒരുപാട് യോദ്ധാക്കളുണ്ട് അല്ലെ, ഒരുപാട് പലരും നിഷ്കളങ്കരാണ് അല്ലെ. എന്താണ്, പട്ടാളക്കാരൊക്കെ നിർബന്ധിതരായിട്ട് ദുര്യോധനന്റെ കൂടെയൊക്കെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ അവർക്കൊന്നും ആരോടും ഒരു വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ അവര് ബദ്ധസ്ഥരാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്റെ രാജാക്കന്മാരോട് കൂടി. അതുകൊണ്ട് അവര് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഈ സൈന്യത്തെ അപ്പൊ എന്താ പറ്റണേ? അവരെല്ലാവരും കൊല്ലപ്പെട്ട ഇതുപോലെയുള്ള യോദ്ധാക്കള് ഇവരെല്ലാവരും വധിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു? അവരുടെ കുടുംബങ്ങൾ അനാഥമാകുന്നു, സ്ത്രീകള് അശരണരാകുന്നു, ഭാര്യമാരും കുട്ടികളും ഒക്കെ അല്ലെ. അങ്ങനെ സ്ത്രീകൾ അശരണരായാൽ എന്ത് പറ്റുന്നു? അവരെ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അങ്ങനെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു? വേണ്ടാത്ത സന്താനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വേണ്ടാത്ത സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്? പിതൃക്കൾക്ക് കാലം തോറും ചെയ്യുന്ന ശ്രാദ്ധ കർമ്മങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു. ഇവിടെ പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. എന്താണ്? കർമ്മങ്ങളിലെ വിധി അനുസരിച്ച് പിതൃക്കൾക്ക് യഥാകാലം പിണ്ടോദക ക്രിയ ആവശ്യമുണ്ട്. ഇത് ചെയ്യുന്നത് വിഷ്ണു പൂജയിലൂടെയാണ് അല്ലെ. ഇത് നമ്മളെല്ലാരും ചെയ്യാറില്ലേ ശ്രാദ്ധകർമ്മങ്ങള് നമ്മുടെ കാരണവന്മാർക്ക് അല്ലെ. അത് അത്യാവശ്യമാണ് അല്ലെ. പലരും പല സ്ഥിതിയിലായിരിക്കും നമ്മുടെ കാരണവന്മാര് അല്ലെ. സ്ഥൂല ശരീരം വിട്ട് സൂക്ഷ്മ ശരീരം ലഭിച്ചവർക്ക് പലർക്കും പ്രേത ശരീരമായിരിക്കും അവർക്ക് വേണ്ടി. പക്ഷേ കൃഷ്ണസേവനത്തില് മുഴുകിയ ഭക്തൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. എന്താണ്? ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ട് തന്നെ 1000 പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും. നമുക്ക് പ്രഹ്ലാദന്റെ കഥ അറിയാം. 21 തലമുറകളെയാണ് മോചിപ്പിക്കാൻ സാധിച്ചത് ആ ഭക്തി കൊണ്ട്. അതാണ് ഭക്തിയുത സേവനത്തിന്റെ ഫലം. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് നമ്മൾ ആ നിലയിൽ എത്തിയിട്ടില്ല അല്ലെ ലോകത്തിലെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ശ്രാദ്ധകർമ്മങ്ങൾ അത്യാവശ്യമാണ്. എന്താണ്? ശ്രാദ്ധകർമ്മങ്ങൾ വഴി പിതൃക്കളെ ഉദ്ധരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ആത്മാക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ എന്താ, നമ്മുടെ ഒരു നന്ദി സൂചകം കൂടിയാണ് അല്ലെ. നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കാൻ കാരണം അവരൊക്കെ കാരണം. അതുകൊണ്ട് നല്ല ജീവിത മൂല്യങ്ങളെ കൈക്കൊള്ളാൻ കൂടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നല്ല സന്താനങ്ങൾ ഇല്ലാതെ ആകുമ്പോൾ എന്ത് പറ്റും? ഇതെല്ലാം ഇല്ലാതെ ആകുന്നു. ഓക്കെ, ഇനി അടുത്ത 43, 44, 45 മൂന്നെണ്ണം കൂടി വായിക്കാം. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമാ. എന്താ ഇവിടെ പറയണത്? അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരു പരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. 44 അഹോപദ മഹത് പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജന ഉദ്യതാഹ. എന്താ അവിടെ പറയണത്? കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ. പിന്നെ 45 യദി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്രരാഷ്ട്രാരണേ ഹന്യുസ് തന്മേ ക്ഷേമതരം ഭവേത്. അവിടെ എന്താ? ധാർത്രരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധനത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണ് എന്ന് പറയുന്നു ആര്? അർജുനൻ. ഓക്കെ, അപ്പോ അർജുനൻ പറയാണ്, ഇങ്ങനെ കുലധർമ്മം നശിപ്പിക്കുന്നവർക്ക് എന്താണ്? നരകയാതനയാണ് ഫലം. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് പറയാണ്. വിവരക്കേട് കൊണ്ട് നമ്മൾ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ധൃതരാഷ്ട്രന്റെ പുത്രന്മാരോട് പൊരുതുന്നതിലും ഭേദം അവര് നിരായുധനായി നിൽക്കുന്ന എന്നെ വധിക്കുന്നതായിരിക്കും, തോൽപ്പിക്കുന്നതായിരിക്കും ഭേദം എന്ന് അർജുനൻ ഇവിടെ പറയാം. അതായത് ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും താൻ പൊരുതാൻ പോകുന്നില്ല എന്ന് അർജുനൻ തീരുമാനിച്ചു.
ഓക്കെ. എന്നിട്ട് അവസാനത്തെ ശ്ലോകം 46. ഏവ മുക്ത്വാർജുന സംഖ്യേ യഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഃ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി എന്ന് പറഞ്ഞു. അപ്പൊ എന്തു പറ്റി? സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്, എന്താണ്? അമ്പും വില്ലും ഒക്കെ ഇത്രയും നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഓരോരോ കാരണങ്ങൾ നിരത്തിയിരുന്ന അർജുനൻ അമ്പും വില്ലും താഴെ വെച്ച് ദുഃഖാകുലനായിട്ട് അർജുനൻ രഥത്തില് മിണ്ടാതെ ഇരുന്നു എന്ന് പറയാണ്. അങ്ങനെ തോരാതെ വർത്തമാനം പറഞ്ഞിരുന്ന അർജുനൻ എന്താ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലെ, ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്തേ? മന്ദസ്മിതം പൂകിക്കൊണ്ട് മിണ്ടാതെ അങ്ങനെ നിന്നതേ ഉള്ളൂ, ഒന്നും പറയാൻ പോയില്ല. എന്താ കാര്യം? മലയാളത്തിലൊരു ചൊല്ലില്ലേ, എന്താണ്? വെട്ടാൻ വന്ന പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ലാന്ന് അല്ലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് അവർക്ക് പറയണമെന്നുള്ള ഒരാൾ പറഞ്ഞാൽ കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഒന്നും മിണ്ടാതെ മന്ദഹാസം പൂണ്ട് ഇങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് നിന്നതേയുള്ളൂ. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അർജുനൻ ഇത് എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞു മതിയായിട്ട് അമ്പും വല്ലും പിന്നെ പറയാനൊന്നുമില്ല, അമ്പും വില്ലും താഴെ വെച്ചിട്ട് ആ രഥത്തില് ദുഃഖാകുലനായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടത്തോട് ഇരുന്നു എന്ന് സഞ്ജയൻ പറയുന്നു. ഇനി ഉള്ളത് 2ാമത്തെ അധ്യായം. എന്താണ്? സാഖ്യയോഗം. ഈ അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവത്ഗീതയുടെ ഒരു ആകെത്തുക, ഒരു സമ്മറി, ഒരു സാരാംശം കൂടിയാണ് ഈ 2ാമത്തെ അധ്യായം. അത് നമുക്ക് വായിക്കാം. ആദ്യത്തെ ശ്ലോകം വായിക്കാം. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സഞ്ജയൻ വീണ്ടും പറയാണ് ധൃതരാഷ്ട്രോട്, അങ്ങനെ ദുഃഖാർദ്രനായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അർജുനനെ കണ്ട് മധുസൂദനൻ ഇങ്ങനെ പറഞ്ഞു. എന്നാരാ മധുസൂദനൻ? ഭഗവാന്റെ വേറൊരു, ഭഗവാൻ ഒരുപാട് പേരുകളുണ്ട്, അതിലൊരു പേരാണ് മധു എന്ന അസുരനെ വധിച്ച ആൾ മധുസൂദനൻ ഭഗവാന്റെ പേരാണ്. ഭഗവാന് അങ്ങനെ ലഭിച്ച പേരാണ് എന്താ? മധുസൂദൻ. മധു എന്ന അസുരനെ വധിച്ചയാള് മധുസൂദനൻ, അതായത് കൃഷ്ണൻ തന്നെ. ഓക്കെ. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞേ? നമുക്ക് വായിക്കാം. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തിക്കരം അർജുന. എന്താണ് പറയണത്? ഇവിടെ 3 വാക്കുകൾ. എന്താണ് സാരാംശം? അല്ല, മീനിങ് വായിക്കാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണിത് നയിക്കുക എന്ന് പറയാണ്. എന്താണ്? 3 വാക്കുകൾ. അനാര്യജുഷ്ടം, അസ്വർഗ്യം, അകീർത്തികരം. 3 കാര്യം. ആര്യൻ. ആരാണ് ആര്യൻ എന്ന് പറയണത്? ഇവിടെ പ്രഭുപാദ് ജീവിതത്തിന്റെ മൂല്യം, മനുഷ്യ ജന്മം കിട്ടിയിട്ട് അതിന്റെ വില എന്തെന്നറിയാവുന്നവനും ആധ്യാത്മിക സാക്ഷാത്കാരത്തിന് ആസ്പദമായിട്ടുള്ള സംസ്കാരമുള്ളവനെയാണ് ആര്യൻ എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യ ജീവിതം കിട്ടിയിട്ട് അതിന്റെ മൂല്യം അറിഞ്ഞ് ആ ഒരു സംസ്കാരം കൈക്കൊള്ളുന്നവനാണ് ആര്യൻ എന്ന് പറയുന്നത്. പക്ഷേ ക്ഷത്രിയനായിട്ട് പോലും തന്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും പിന്മാറി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന്, തന്റെ കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്താണ്? ഭീരുത്വമാണ്. ഈ ഭീരുത്വം അനാര്യന്മാർക്കേ യോജിക്കൂ എന്ന് പറയുന്നു. അനാര്യത്വം, പിന്നെ അനാര്യജുഷ്ടം, പിന്നെ അസ്വർഗ്യം. സ്വർഗം എന്താ? ഉപരിലോകങ്ങള്. ഇത് ഉപരിലോകങ്ങളിലേക്കും നയിക്കാൻ പോകുന്നില്ല. എന്താണ്? കർത്തവ്യ നിർവഹണത്തിൽ നിന്നുള്ള ഇത്തരം പിന്മാറ്റം ആത്മീയ വികാസനത്തിനും സഹായകമല്ല. ആത്മീയ വികാസനവും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെയോ അകീർത്തികരം. ഈ ഭൂമുഖത്വം അത് നമുക്ക് കീർത്തിയോ പ്രശസ്തിയോ നേടാൻ അവസരം പോലും കിട്ടില്ല. അപ്പൊ അനാര്യത്വം, പിന്നെ അസ്വർഗ്യം, ഉയർച്ച ഉണ്ടാവില്ല ഈ ഭൂമിയിലും ഈ ലോകത്തും. എന്താണ്? നമുക്ക്
കീർത്തിയോ പ്രശസ്തിയോ ഉണ്ടാവാൻ യാതൊരു വഴിയും ഇല്ല. എന്ത് ചെയ്താല് അവരവരുടെ കർത്തവ്യങ്ങൾ, പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങൾ, മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട്, അതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ അപ്പൊ പറഞ്ഞു, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹരി സൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങൾ തിരിച്ചടിക്കും എന്ന് സോറി കേട്ടോ, മൂന്നാമത്തത് വായിച്ചില്ല, ഒരു ശ്ലോകം വിട്ടുപോയി, അത് വായിക്കാം. രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ. ക്ലൈഭ്യം ആസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോതിഷ്ഠ പരന്തപ. ഹേ പാർത്ഥ, തരം താന്ന് ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. എന്താണ് ഇവിടെ? ക്ലൈഭ്യം. ഭയങ്കര വളരെ ശക്തമായിട്ടുള്ള ഒരു വാക്കാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. ക്ലൈഭ്യം എന്നാണ് നപുംസകഭാവം, ആണും പെണ്ണും കെട്ടവൻ എന്ന് പറയാം. വളരെ ശക്തമായിട്ടുള്ള ഒരു വാക്ക്. അതായത് അർജുനെ ഒന്ന് കുലുക്കാൻ വേണ്ടി, കുലുക്കി മറയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉപയോഗിച്ച ക്ലൈഭ്യം ആസ്മഗമപാർത്ഥ എന്ന് ഇവിടെ പറയാണ്. അപ്പൊ പാർത്ഥ എന്നിവിടെ വിളിക്കുന്നു. ആരാ പാർത്ഥൻ? പൃഥുവിന്റെ പുത്രൻ. പൃഥു ആരാ? ദേവകി. ദേവകിയുടെ പുത്രൻ പാർത്ഥൻ. പൃഥു അതായത് ദേവി അല്ല സോറി കുന്തി ദേവിയുടെ പുത്രൻ. കുന്തി ദേവിയുടെ പുത്രനാണ് ആര്? അർജുനൻ അല്ലെ? പൃഥു എന്ന് പറയുന്നത് കുന്തിയുടെ തന്നെ പേരാണ് പൃഥു എന്നുള്ളത്. കുന്തി ദേവി ആരാ? ഭഗവാൻ കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് ആര്? കുന്തി. അപ്പൊ ആ കണക്കിന് നോക്കുമ്പോ അർജുനനായിട്ട് കൃഷ്ണന് രക്തബന്ധം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ അർജുനൻ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ട് പെരുമാറുന്നത് കാണാൻ കൃഷ്ണൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അല്ലെ? അതായത് പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടാണ് ഈ പെരുമാറുന്നത്. അങ്ങനെയുള്ള ഒരുവനായിട്ട് കാണാൻ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അല്ലയോ അർജുന, ഉത്തിഷ്ഠത, എണീക്കൂ, എന്നിട്ട് നിന്റെ കർത്തവ്യങ്ങള് നിർവഹിക്കൂ എന്ന് പറയാണ്. പിന്നെയാണ് നാലാമത്തെ നമ്മളിപ്പോ വായിച്ചു. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാരവിസൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹാരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും എന്ന് പറയാണ്. അല്ലെ, ഗുരുജനങ്ങള് ചിലപ്പോ പരുഷമായിട്ട് പെരുമാറിയെന്ന് വരും അല്ലെ? മുതിർന്നവര് നമ്മളെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോ നമ്മളോട് പരുഷരായിട്ട് പെരുമാറിയെന്ന് വരും. പക്ഷെ നമ്മൾ അതുപോലെ തിരിച്ചങ്ങോട്ട് പെരുമാറാൻ പാടില്ല അല്ലെ? അത് തെറ്റാണ്. തിരിച്ചു പെരുമാറുന്നത് തെറ്റാണ്. ഇവിടെ ഇപ്പോ എന്താണ്, ശ്രീകൃഷ്ണന്റെ ഗുരുവായിരുന്നു ആര്? സാന്ദീപനി മഹർഷി. അദ്ദേഹത്തിന്റെ പിതാമഹനായിരുന്നു ആര്? ഉഗ്രസേന മഹാരാജാവ്. അപ്പൊ ഇവരോടൊക്കെ ഇങ്ങനെ പെരുമാറുമോ എന്ന് എതിർക്കാൻ കൃഷ്ണന് സാധിക്കുമോ എന്ന് അർജുനൻ എന്താണ് പരോക്ഷമായിട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം കൃഷ്ണനാണെങ്കിൽ ചെയ്യോ? അപ്പൊ എനിക്കതുപോലെ ചെയ്യാൻ സാധിക്കില്ല. എന്റെ ഗുരുജനങ്ങളോട് എനിക്ക് യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. കൃഷ്ണനാണെങ്കിൽ ചെയ്യുമെന്ന് പരോക്ഷമായിട്ടുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് അല്ലെ? ഇവര് ചെയ്യും, നമ്മളെ ഗുണദോഷിക്കും അവര്, കാരണം നമ്മളെ നന്നാക്കാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മൾ തിരിച്ചത് നമ്മൾക്ക് ചെയ്തൂടാ എന്ന് പറയാണ്. പിന്നെ അഞ്ചാമത്തെ വായിക്കാം. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമാകും എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്നു, വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകശൂന്യമായ അല്ലെ വിവേകം നശിച്ചവനുമായിട്ടുള്ള ഒരു ഗുരുവിനെ ഉപേക്ഷിക്കാം എന്നൊരു വകുപ്പുണ്ട്. പക്ഷെ ഇവിടെ ദ്രോണരും ഭീഷ്മരും ഒക്കെ എന്താ
അവര് കൊട്ടാരത്തില് ദുര്യോധനന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അവര് ബദ്ധസ്ഥരാണ് ദുര്യോധനന് വേണ്ടി ചെയ്യാന്നുള്ളത്. അല്ലാണ്ട് അവര് എന്താണ് ദുഷ്കൃതികളോ അല്ലെങ്കിൽ വിവേകം നശിച്ചവരോ അല്ല. അവര് ചെയ്യാൻ അവര് ബാധ്യസ്ഥരാണ്. ദുര്യോധനന് വേണ്ടി യുദ്ധം ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവര് ദുര്യോധനന്റെ പക്ഷത്ത്, കൗരവ പക്ഷത്ത് നിന്നും കൊണ്ട് അവര് യുദ്ധം ചെയ്യുന്നു. അതാണ് അവര് കൗരവപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നത്. എങ്കിലും അവർ ഉന്നതന്മാര് തന്നെ എന്ന് അർജുനൻ കരുതുന്നു. അപ്പൊ ഗുരുജനങ്ങളെ ആയിട്ടുള്ള അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങള് രക്തക്കറ പുരണ്ടതായിരിക്കും എന്ന് അർജുനൻ വിശ്വസിക്കുന്നു. അത് എന്താണ് വേറൊരു തലത്തിൽ പറഞ്ഞാല് അത് കൊള്ള മുതല് ആസ്വദിക്കുന്ന പോലെയാണ്. അപ്പൊ ഗുരുജനങ്ങളെ ഹനിച്ചിട്ട് ചെയ്യുന്ന രക്തപ്പുറ കരണ്ട സുഖാനുഭവങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല, അത് കൊള്ള മുതല് ആസ്വദിക്കുന്ന പോലെയാണ് എന്ന് അർജുനൻ പറയാണ്. 6 വായിക്കാം. നൈതദ്വിദ്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമയതി വാ നോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമസ്തേവ സ്ഥിതാ പ്രമുഖേ ധാർത്രരാഷ്ട്ര. അവിടെ എന്താണ് പറയണത്? അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു എന്ന് അർജുനൻ പറയാണ്. എന്താണ് ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി അർജുനൻ, അല്ലെ? എന്ത് ചെയ്യണം എന്ന് അറിയാലേ. യുദ്ധം ചെയ്യുന്നത് ക്ഷത്രിയ ധർമ്മ കടമയാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും യുദ്ധത്തിന് ഇറങ്ങി അനാവശ്യമായിട്ടുള്ള ഹിംസ ചെയ്യുന്നതിനേക്കാളും ഭേദം അതിൽ നിന്നും പിന്മാറി ഭിക്ഷ യാചിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് അർജുനനൊരു ആശയക്കുഴപ്പം. ഓക്കെ, പിന്നെ അടുത്തത് വായിക്കാം. കാർപണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം. ഇവിടെ എന്താ പറയുന്നത്? ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും എന്ന് പറയണം. അപ്പൊ എന്താണ്? മനുഷ്യജന്മം ലഭിച്ചിട്ടും അത് വേണ്ട വണ്ണം ഉപയോഗിക്കാത്തവനാണ് എന്ത്? കൃപണൻ. എന്താണ്? കാർപണ്യദോഷോ പറഞ്ഞില്ലേ? കൃപണൻ എന്ന് പറഞ്ഞ ആരാ? മനുഷ്യജന്മം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എന്നിട്ടത് വേണ്ടവണ്ണം ഉപയോഗിക്കാത്തവനാണെന്ത്? കൃപണൻ, അല്ലെ? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, അല്ലെ? ഇത്രയും നേരം അർജുനൻ വായുതോരാടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ കാരണങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ കൃഷ്ണനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? പക്ഷെ ഇപ്പോ അർജുനൻ എന്താ പറയണേ? അർജുനൻ കൃഷ്ണന് ശരണം പ്രാപിക്കുകയാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് എന്നെ സ്വീകരിച്ചു. എനിക്ക് ശരി എന്ത്, തെറ്റെന്ത്, എന്താണ് ചെയ്യേണ്ടത്? എനിക്കിപ്പോ ഞാൻ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ദയവായി എനിക്ക് മാർഗനിർദ്ദേശം തന്നാലും എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് കൃഷ്ണനൊന്നും പറഞ്ഞില്ല. എന്താ കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇത് പറഞ്ഞ് ശരണം പ്രാപിച്ചപ്പോ, കൃഷ്ണനെ ശരണം പ്രാപിച്ചപ്പോ എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച് എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കൃഷ്ണൻ ഏറ്റെടുക്കുകയാണ് അർജുനന്റെ കാര്യം. ഓക്കെ, ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ദിവസവും രാവിലെ ചൊല്ലുന്നത് നല്ലതാണ്. നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് ചൊല്ലുന്നത്, അല്ലെ? ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുകയാണ്. ഞാനും ഇതെന്റെ കൊച്ചുമോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദിവസവും രാവിലെ നീ ചൊല്ലിയിട്ട് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. അവള് ചൊല്ലുന്നുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലെ? രാവിലെ എഴുന്നേറ്റ് ഇത് ചൊല്ലുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ? നമ്മുടെ ജീവിതം തന്നെ ഒരു മഹാഭാരത യുദ്ധമാണ്, അല്ലെ? നമ്മുടെ ജീവിതം ഒരു മഹാഭാരത യുദ്ധം പോലെയാണ്. എന്നും എന്തൊക്കെ അപ്രതീക്ഷിതമായിട്ട് പല പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ നമുക്കുണ്ട്, അല്ലെ? നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം, നമ്മൾ തെറ്റാണെന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. നമുക്ക് അറിയില്ല ഏതാ ശരി ഏതാ തെറ്റാണ്. അപ്പൊ എന്താ വേണ്ടേ? ഭഗവാന് സമർപ്പിച്ചിട്ട് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോവുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. അതുകൊണ്ട് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഭഗവാനെ, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു, ഇന്നത്തെ എനിക്ക് എന്താണെന്ന് പറഞ്ഞു തരൂ, ഏതാ ശരി ഏതാ തെറ്റെന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്നത്
വളരെ നന്ദി. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം വായിക്കാം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നവൃദ്ധം രാജ്യം സുരാണാം അപി ചാധിപത്യം. എന്താ ഇവിടെ പറയണത്? ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ നശിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികൾ ഇല്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല എന്ന് അർജുനൻ പറയാണ്. അതായത് നമുക്ക് പാണ്ഡിത്യവും കുറെ അറിവോ ജ്ഞാനം പാണ്ഡിത്യം നമുക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. എന്താണ്? ഒരു പ്രശ്ന പരിഹാരത്തിന് എന്ത് വേണം? ഇതെല്ലാം ഉപയോഗശൂന്യവും. പിന്നെ എന്താ വേണ്ടത്? കൃഷ്ണനെ പോലെയുള്ള ഒരു ആത്മീയ ആചാര്യനെ ഇക്കാര്യത്തിൽ നമുക്ക് സഹായം തേടിയ മതി. ഒരു ആത്മീയ ഗുരുവിന്റെ പ്രാധാന്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തെല്ലാം വലിയ വലിയ ഭൗതികമായിട്ടുള്ള ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ആത്മീയ ഗുരുവിന് നമ്മൾ സമർപ്പിച്ച ഒരു ആത്മീയ ഗുരുവിന്റെ സഹായം നമുക്ക് ഇവിടെ ആവശ്യമാണ്. എല്ലാത്തിനും നമുക്ക് ആവശ്യമാണ്. അതിന്റെ മാഹാത്മ്യമാണ്, ഒരു ഗുരുവിന്റെ മാഹാത്മ്യം കൂടിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അർജുനും അത് തന്നെയാണ് ചെയ്തത്. അപ്പൊ കൃഷ്ണൻ അത് ഏറ്റെടുത്തു അർജുനന്റെ കാര്യം. ഓക്കെ, നമുക്കിനി 9ഉം 10ഉം സഞ്ജയൻ പറയാണ്, അതൊന്ന് വായിക്കാം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം മുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. സഞ്ജയൻ പറയാൻ എന്താ അവിടെ സംഭവിക്കണേന്ന്. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു എന്ന് സഞ്ജയൻ പറയും. ഇനി കൃഷ്ണൻ സംസാരിക്കാൻ പോവാ. അതുവരെ ഒന്നും മിണ്ടിയില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോൾ ഭഗവാൻ അത് ഏറ്റെടുത്തു. ഇനി ഭഗവാൻ അർജുനന് ഉപദേശം കൊടുക്കുകയാണ്. അപ്പൊ ഈ ഭഗവത്ഗീത, ഭഗവാന്റെ ഗീതോപദേശം ആരംഭിക്കുന്നത് ഈ 2ാം അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകത്തിലാണ് കേട്ടോ. അതെന്താ നമുക്കൊന്ന് വായിക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂൻശ്ച നാനുശോചന്തി പണ്ഡിതാഃ. എന്താ പറഞ്ഞേ? ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല എന്ന് പറയുന്നു. ഭഗവാൻ ആരംഭിക്കുന്നത് അശോച്യാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ശോചം പറഞ്ഞാൽ ദുഃഖം, അശോച്യാൻ ദുഃഖിക്കേണ്ടാത്തത്, അശോച്യാൻ. അപ്പൊ ഭഗവാന്റെ ഗീതോപദേശം ഒരു കാര്യം ഇവിടെ ഒന്ന് പറയട്ടെ. ഭഗവാന്റെ ഗീതോപദേശം ആരംഭിക്കുന്നത് അശോച്യാൻ എന്നുള്ള വാക്കോടുകൂടിയാണ്. ഭഗവാന്റെ ഗീതോപദേശം അവസാനിക്കുന്നത് 18ാം അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകത്തിലാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ശോചം മാ ശുചഃ, ദുഃഖിക്കേണ്ട. അപ്പൊ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദുഃഖിക്കേണ്ട എന്ന് ആദ്യം തുടങ്ങുന്നതും ദുഃഖിക്കേണ്ട, അവസാനിക്കുന്നതും ദുഃഖിക്കേണ്ട. അങ്ങനെ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന 2 വാക്കുകളുടെ ഇടയിലാണ് ഭഗവാന്റെ ഗീതോപദേശം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് കാണിക്കുന്നത്? നമ്മള് ഭഗവത്ഗീത ഉൾക്കൊണ്ട് കേട്ടാൽ മാത്രം പോരാ, അത് ഉൾക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ എന്ത് പറ്റും? ദുഃഖം പറക്കും. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് പലതും അല്ലെ. നമ്മൾ വീട് പണിയണോ, കല്യാണം കഴിക്കണോ, കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെയൊക്കെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചോളൂ, നല്ല വണ്ടി വാങ്ങണോ, എന്തിനാ? സന്തോഷത്തിന് അല്ലെ. എന്നിട്ട് എല്ലാവർക്കും സന്തോഷമുണ്ടോ? ഇല്ല അല്ലെ. എന്തുകൊണ്ടാ? അപ്പൊ അവിടെ എന്തോ ഒരു പന്തികേടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് അതേപടി ഉൾക്കൊള്ളുക. അത് ഗീതോപദേശം. അപ്പൊ എന്തുവരും? ദുഃഖം ഇല്ലാതെ ദുഃഖിക്കേണ്ട എന്ന് ഭഗവാൻ തന്നെ പറയാം നമ്മളോട്, ദുഃഖിക്കേണ്ട എന്ന്. അപ്പൊ പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ട ഒരു അവസരം വരുമോ? ദുഃഖിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരികയില്ല.
ഓക്കെ. അപ്പൊ ഭഗവാൻ പറയണു, നീ എന്താണ് ഇവിടെ പറഞ്ഞേ, നീ വലിയ പണ്ഡിതനെ പോലെ ഇത്രയും നേരം വർത്തമാനം പറഞ്ഞില്ലേ അല്ലെ, വലിയ വലിയ മഹാകാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്, കൃഷ്ണനെ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ ഒരു പണ്ഡിതൻ, ഒരു വിവരമുള്ളവൻ എന്താണ് മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ചൊല്ലി വിലപിക്കാറില്ല എന്ന് പറയുന്നു. എന്താ കാര്യം? എന്തുകൊണ്ടാണ് മരിച്ചവരെ കുറിച്ചോ ജീവിച്ചവരെ കുറിച്ചോ വിലപിക്കേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അതാണ് നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങളിൽ നോക്കാം. അടുത്ത ശ്ലോകം വായിക്കാം. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. എന്താണ്? ഞാൻ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടേയില്ല, അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും എല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയും ഇല്ല. നമ്മൾ പണ്ടും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു, ഇപ്പോഴും നമ്മളെല്ലാവരും ഉണ്ട്, ഇനി ഭാവിയിലും നമ്മളെല്ലാവരും തന്നെ ഉണ്ടാകും എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. എന്താ എന്റെ അർത്ഥം? എന്താ എന്റെ അർത്ഥം? ഞാൻ ആരാണ്? ഞാൻ ഈ കാണുന്ന ശരീരമല്ല, ഞാൻ ഇതിൽ വസിക്കുന്ന ആത്മാവാണ് എന്നാണ്. നമ്മൾ എല്ലാ കാലത്തും ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും എല്ലാ കാലത്തും ഉണ്ട്, നമ്മൾ ഒരു കാലത്തും ഇല്ലാതെ ആകുന്നില്ല. അത് സമർത്ഥിക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തോടുകൂടി അടുത്ത ശ്ലോകം ഭഗവാൻ പറയുന്നു. നമുക്ക് വായിക്കാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾ ഈ പരിണാമത്തെ പറ്റി സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവില്ല എന്ന് പറയണം. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക്, യൗവനത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് നമ്മൾ നീങ്ങിയില്ലേ? എന്റെ കുട്ടിക്കാലത്തെ പടങ്ങൾ നമ്മുടെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയോ? എന്റെ അമ്മ പറഞ്ഞു ഇത് നീയാണ് എന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ അറിഞ്ഞു അത് ഞാനാണെന്ന്. വേറൊരു ശരീരമല്ലേ എന്റെ ഇന്നത്തെ ശരീരം? ആ ശരീരമാണോ? അല്ല, വേറൊരു ശരീരമാണ് അല്ലെ? ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്നു എന്താണ്? വാർദ്ധക്യത്തിന് ശേഷം മരണാനന്തരം ഈ ശരീരം വിട്ടു കഴിയുമ്പോ പുതിയൊരു ശരീരം പോകുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു മാറ്റവും നമ്മൾ ഇല്ലാതെ ആകുന്നില്ല എന്ന് കൃഷ്ണൻ ഇവിടെ പറയാം. അപ്പൊ കൃഷ്ണന്റെ ഗീതോപദേശത്തിൽ ആദ്യത്തെ പാഠം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ 18 അധ്യായങ്ങളായിട്ടുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം പറഞ്ഞില്ല. ആദ്യത്തെ ലെസൺ എന്താണ് പറഞ്ഞു തരുന്നത്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് ശരീരം രൂപാന്തരപ്പെട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ? അപ്പോ ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത് ഇതാണ് അർജുനോട്. അതായത് ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെ ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല. എന്താ കാര്യം? മറിച്ച് പഴകിപ്പോയ ഈ ശരീരങ്ങൾക്ക് പകരം പുതു ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ശരീരത്തെയാണ് അവർ സ്വീകരിക്കുന്നത് അല്ലെ? ഈ വാർദ്ധക്യം തന്നെ ഇതായി എന്താ പറയണേ, പഴകിപ്പോയ ഒരു ശരീരം ത്യജിച്ചിട്ട് പുതിയൊരു ശരീരം, നല്ല ചൈതന്യമുള്ള ഒരു ശരീരം ആണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ഈ വേണ്ടാത്ത ശരീരം, വയസ്സായി വയ്യാത്തൊരു ഇതിനല്ലേ നമ്മള് കളഞ്ഞിട്ട് പുതിയൊരു നല്ലൊരു ചൈതന്യമുള്ള ശരീരം പോകുമ്പോൾ അതിനെപ്പറ്റി ദ്രോണരും ഭീഷ്മരും ഒക്കെ അങ്ങനെ ചൈതന്യമുള്ള ഒരു ശരീരമാണ് അവർ പോകാൻ പോകുന്നത്. പിന്നെ എന്തിനാ അവരെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കുന്നു എന്ന് പറയാണ്. നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ പാകത്തിന് ഒരു ശരീരമാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ ഏറ്റിട്ട് നല്ല കർമ്മ, നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം അനുഭവിക്കാൻ തക്കതായിട്ടുള്ള ഒരു ശരീരത്തെയാണ് നമ്മൾ സ്വീകരിക്കുക അടുത്ത ജന്മത്തില്. നമ്മളെല്ലാവരും എന്താ, ഒരിക്കലും നമ്മൾ ഇല്ലാതെ ആകുന്നില്ല. നമ്മളെല്ലാവരും ആരാണ്? ഭഗവാന്റെ അംശമാണ്. ഇവിടെ പറയുന്നു, ഇവിടെ അംശികമായ ജീവാത്മാവ് അർജുനനെ പ്രതിനിധീകരിച്ചിരിക്കുന്നു എന്ന് പ്രഭുപാദരുടെയും ഭാവാർത്ഥത്തിൽ പറയണം. അപ്പൊ അർജുനൻ എന്താണ്? ജീവാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്. ഈ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന ആളാണ്, എന്റെ പേര് ഇന്നതാണ്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ മക്കള്, ഇതൊക്കെ നമ്മൾ പറയുന്നു. ഇതെല്ലാം ഈ ശരീരത്തിന്റെ അഡ്രസ്സാണ്. ഞാൻ ശരിക്കും ആരാണ്? ആത്മാവാണ്. ജീവാത്മാവ് ഭഗവാന്റെ അംശം, പരമാത്മാവിന്റെ കൃഷ്ണന്റെ അംശമാണ്. നമ്മളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും പല പല ശരീരങ്ങളാണ്, പക്ഷെ നമ്മളെല്ലാവരും ഗുണത്തിലെല്ലാം ഒന്ന് തന്നെയാ, ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് നമ്മൾ. ഇത് വിട്ടുപോകുമ്പോ ഇപ്പൊ നമ്മളൊരാള് വിട്ടുപോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ആ ആളില്ല, നമ്മൾ എന്താ പറയാ? പോയി എന്ന് പറയും അല്ലെ? ആള് പോയി ട്ടോ, ആളവിടെ അല്ല കിടക്കണേ. ശ്രീരാമചന്ദ്രൻ താര കടന്ന് നൊലോളിച്ചപ്പോ താരോട് ചോദിച്ചാൽ മതി, ആര് പോയി എന്നും പറഞ്ഞുകൊണ്ടാ നീ നൊലോളിക്കണേ? ഇവിടെ അല്ലേ കിടക്കണേ?
ആള്. പിന്നെ ആരാ പോയത്? ആ ശരീരം അവിടെ കിടക്കല്ലേ. അപ്പളാ താരയ്ക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായത്. ശ്രീരാമചന്ദ്രൻ താരയ്ക്ക് ആത്മാവിന്റെ കുറിച്ചിട്ടുള്ള ആത്മാവിന്റെ യാത്രയെ കുറിച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഭാഗം രാമായണത്തിലുണ്ട്. അതുപോലെ ഇവിടെ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാണ് ആത്മാവിന്റെ യാത്രയെ കുറിച്ച്, അല്ലെ? ആരാ പോയി, നമ്മളൊരാൾ പോയി എവിടെ പോയി? ഇവിടെ കിടക്കല്ലേ ബോഡി, അല്ലേ? അപ്പൊ ആരാണ് നമ്മൾ? ആരാണ്? ഞാനീ ആത്മാവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ശരീരത്തെ നോക്കാൻ പാടില്ല, പിടിക്കില്ല എന്നല്ല. നമ്മളിപ്പോ ഒരു വാടക വീട്ടിൽ നിന്നാൽ പോലും നമ്മൾ ആ വീട് നമ്മുടെ സ്വന്തം പോലെ തന്നെ നോക്കില്ലേ, അല്ലേ? കാരണം നമുക്ക് വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അസുഖം പിടിക്കും, അല്ലേ? പക്ഷെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം ഇത് എന്റേതല്ല, ഞാൻ ഇവിടെ നിന്ന് മാറി വേറൊരു വീട് സ്വന്തമായിട്ട് വെക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന എനിക്കറിയാം, അല്ലേ? അതുപോലെ തന്നെ ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ആത്മാവിനെ പ്രവർത്തിക്കാനാവൂ. അതുകൊണ്ട് ഈ ശരീരത്തിനെ നമ്മള് ശുശ്രൂഷിക്കുക തന്നെ വേണം. പക്ഷെ ശരീരത്തെ ശുശ്രൂഷിക്കുന്നതിന്റെ ഇടയിൽ ആത്മാവിനെ നമ്മൾ മറന്നുപോകരുത്. ഞാൻ ആരാണ്? ഇപ്പൊ പ്രഭു പറഞ്ഞ മാതിരി നാമജപവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സത്കർമ്മം ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ആത്മാവിനെ പരിപോഷിക്കുന്നത് നാമജപം കൊണ്ടിട്ട്. പ്രഭു നാമജപത്തിന്റെ മഹാത്മ്യം പറഞ്ഞു തന്നല്ലോ. ഇതുകൊണ്ടിട്ട് ആത്മാവിനെ പോഷിപ്പിക്കുന്നതും വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആത്മാവിനെ കുറിച്ച്, ഈ ആത്മാവിന്റെ യാത്രയെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് വരുന്ന 8-10 ശ്ലോകങ്ങൾ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ എല്ലാ ടോപ്പിക്സും ഈ 2-ാം അധ്യായത്തിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തുടക്കം ആത്മാവിനെ കുറിച്ചാണ്. വളരെ മനോഹരമായിട്ട് ആത്മാവിനെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിസ്തരിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും വന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് മാത്രം പോരാ, ഇത് കേട്ടാൽ മാത്രം പോരാ, എന്താണ് അത് ഉൾക്കൊള്ളുകയും വേണം. ഉൾക്കൊണ്ടിട്ട് അതനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ? നമ്മുടെ ജീവിതത്തിലും നമ്മളത് ഇത് കേൾക്കുന്നതെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാലേ നമുക്ക് ഇതൊക്കെ കൊണ്ട് ഗുണമുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ഇനി വരുന്ന 3 മാസക്കാലം കൊണ്ട് ഇതെല്ലാം നമുക്ക് പഠിച്ച് ഉൾക്കൊണ്ട് നമുക്ക് നല്ലൊരു ഇതിനകത്ത് കൈക്കൊള്ളാൻ, നമുക്ക് കൈവരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ആവാം. സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു എങ്കിലും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരി ബോൽ. ഓക്കെ പ്രഭു or Mataji, over to you. Hare Krishna Mataji, thank you for your wonderful class Mataji. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാതാജിനോട് ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നന്നായിട്ട് മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സോ ഒരു ആർക്കും ഡൗട്ട്സ് ഇല്ലാത്തോണ്ട് I will start with the vote of thanks. On behalf of I offer heartfelt gratitude to Sri Radha Shakti Devi Dasi Mataji for sharing her time, devotion and wisdom today. I also thank Bhaktin Geeta Mataji for guiding us through the significance of Geeta Mahatmyam. I thank His Grace Dilnath Vittal Das Prabhuji for guiding us about the Mahima of Harinam. I thank all the participants for joining this Geeta session with us with such attention and faith. May these divine teachings continue and inspire and guide us all. Thank you. We will now conclude this session by singing the Narasimha Stuti. Namaste Narasimhaya Prahladaladadaine Hiranyakashipurvakshah Shilatankanakalaye Ito Narsingha Parato Narsingha Yato Yamitato Narsingha Bahir Narsingho Hridaye Narsingha Narasingha Made Saranam Prapadye Tavakara Kamalare Naka Adbhuta Sringa Dalita Hiranyakashipu Tanu Vringa Keshavadhrata Narahani Rupa Jagadish Hare
जय जगदीश हरे, जय जगदीश हरे, जय नरसिंह हरे, जय सिंह देव, नरसिंहदेव जय नरसिंहदेव, जय प्रहलाद महाराज, जय प्रहलाद महाराज, प्रहलाद महाराज, जय प्रहलाद महाराज, जय जय प्रभुपाद, 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 जय श्रील प्रभुपाद, जय जय गुरुदेव, 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 जय श्री गुरुदेव, नित्य गौर हरि बोल, हरि बोल, हरि बोल, नित्य गौर हरि बोल। भक्त विघ्न विनाशक नरसिंह भगवान की जय, भक्त शिरोमणि प्रहलाद महाराज की जय, जगत गुरु प्रभुपाद की जय, पतित पावन श्री गुरु महाराज की जय, नित्य गौर प्रेमानंद हरि हरि बोल। ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിബോൾ. ഹരേ കൃഷ്ണ. രാധാശക്തി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരിബോൾ. Thank you very much. Wonderful class, Mataji. Very nice class, Mataji. Thank you, And Mataji. Riddhi, you have done very nice anchoring. Thank you so much, Riddhi. Very Thank nice. you. Very well done. Very well done. Yeah, thank you for the introduction, Riddhi. Thank you, നന്നായി Mataji. ചെയ്തു കേട്ടോ. ഗീത മാതാജി, താങ്ക് യു, താങ്ക് യു. മാതാജി, താങ്ക് യു മാതാജി. നല്ല ക്ലാസ്. പ്രണാമം മാതാജി. Thank you. ഹരിബോൾ. പ്രണാം മാതാജി. ഹരിബോൾ. രാധാശക്തി മാതാജി എന്ന് പറയുമ്പോ തന്നെ നല്ലതായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട് എപ്പോഴും മാതാജിയുടെ ക്ലാസ്. അതുപോലെ നല്ല വണ്ടർഫുൾ ആയിരുന്നു. കുറച്ച് സമയം കൊണ്ട് വളരെ നന്നായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് കയറുന്ന വിധത്തില് മാതാജി നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. താങ്ക് യു മാതാജി. ഹരികൃഷ്ണ. Hare Krishna Mataji, Radhashakti Mataji, your class was very nice. Thank you, Mataji. ഹരേ കൃഷ്ണ. Thank you. മാതാജി, ആ ശ്ലോകം എന്തായാലും ഞാൻ ബൈഹാർട്ട് ചെയ്യും. എന്റെ മോനും ബൈഹാർട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കാർപ്പണ്യ ദോഷവും വളരെ നല്ലത്. അതെല്ലാവരും പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. എല്ലാവരും പഠിക്കേണ്ട ശ്ലോകം. അതെ അതെ, എല്ലാവരും പഠിക്കേണ്ട ഒരു ശ്ലോകമാണ് അത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. കാര്യം നമ്മൾ ഭഗവാന്റെ അടുത്ത് പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പലതും ചോദിക്കാറുണ്ട്. അതെ. പക്ഷേ അർജുൻ ആ അവസ്ഥയിൽ എന്തായിരിക്കും ചോദിക്കേണ്ടിയിരുന്നത്? ശരിക്കും നമ്മളായിരുന്ന ആ അവസ്ഥയിലെങ്കിൽ എന്ത് ചോദിക്കും? യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഞാനായിരുന്ന യുദ്ധത്തിൽ വിജയിക്കണം എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ ആ സമയത്ത് എന്താണ് നമുക്ക് എന്ന് തോന്നുന്നത് നമ്മൾ ചോദിക്കുള്ളൂ. പക്ഷെ അർജുൻ ആരായിരുന്നു? അർജുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കസിനാണ്, ഫ്രണ്ടാണ്, ഭാര്യയുടെ സഹോദരനാണ് ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്നിരുന്നിട്ടും വിജയം ചോദിച്ചോ? ഇല്ല. എന്താണ് ചോദിച്ചത്? യശ്രേയസ്യാൻ നിശ്ചിതം, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് അതാണ് ചോദിക്കുന്നത്. അല്ലാതെ എനിക്ക് വിജയം വേണം എന്നല്ല പറയുന്നത്. തോൽവിയാണ് ശ്രേയമെങ്കിൽ അത് തരൂ. ശ്രേയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തരൂ എന്നാണ് പറയുന്നത്. ഇത് അർജുനൻ ഇവിടെ മാത്രമല്ല, 3-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും തുടക്കത്തിൽ ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭഗവാന്റെ അടുത്ത് പറയുന്നത് ശ്രേയസ്കരം എന്താണ്, ശ്രേയസ്കരം എന്താണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭക്തനിൽ നിന്നും നമ്മൾ ഭഗവാന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണ് ശ്രേയസ്കരമായത് അത് ഭഗവാൻ നമുക്ക് തരട്ടെ. അത് നമ്മൾ 2 കൈയും കൊണ്ട് സ്വീകരിക്കേണ്ടതാണ്. അതെ, അതെ, ശരിയാ. മാത്രമല്ല ഇത് നമ്മള് പല പുരാണങ്ങളിൽ നിന്നൊക്കെ എത്രയോ പ്രാർത്ഥനകൾ വായിക്കാറുണ്ടല്ലേ. ഇപ്പം ദേവി മഹാത്മ്യാണെന്നുണ്ടെങ്കിലും ഭാഗവതാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ അതിലൊക്കെ പ്രാർത്ഥന, രാമായണമാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥനകളാണ്. ഓരോരുത്തരും ഭക്തന്മാർ ചെയ്ത പ്രാർത്ഥനകൾ. ഭഗവത്ഗീതയിൽ അങ്ങനെ പ്രാർത്ഥനകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടുന്ന ഒരേ ഒരു ശ്ലോകം ഇതായിരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകം. ഇതേപോലുള്ള ഒരു പ്രാർത്ഥന വേറെ ഭഗവാന്റെ അടുത്ത് ചെയ്യാനായിട്ട് വേറെ ഇല്ല എന്നുള്ളതാണ്. രാധാശക്തി മാതാജി അത് പറയുന്നത് വളരെ യുക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരിബോൾ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോന്നോ?
നന്നായി സംസാരിച്ചിരിക്കുക. ഇല്ല. around 30 minutes. ആ ഓക്കെ ഓക്കെ. വേറെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ